ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഖത്തറിൽ സ്കൂൾ അഡ്മിഷൻ ആണ് കേട്ടോ. എനിക്ക് കുറേ എൻക്വയറീസ് വരുന്നതാണ്. അപ്പോൾ ഖത്തറിൽ സ്കൂൾ അഡ്മിഷൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്. അത് നിങ്ങൾക്കും കൂടി ഹെൽപ്ഫുൾ ആവട്ടെ വിചാരിക്കുന്നത്. എൻ്റെ മോനിപ്പോൾ ഗ്രേഡ് 3 ആയിട്ടാ. അപ്പോൾ ഐദാന് അഡ്മിഷൻ എടുത്തത് 3 ഇയേഴ്സ് ബാക്കാണ്. ഇവിടെ പോദാർ പേൾ സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ അഡ്മിഷൻ എങ്ങനെ കിട്ടിയെന്നുള്ള പ്രോസസ്സാണ് ഞാൻ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ആ ടൈമിൽ നമ്മൾ ഫാമിലി വിസ എല്ലാം എടുത്തിട്ട് വരാൻ ഒരു ഒക്ടോബർ എല്ലാം ആയി. അപ്പോൾ ആ ടൈമാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ന് വെച്ചാൽ നവംബറിലാണ് അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഇയറിൻ്റെ. അപ്പം അത് ഏപ്രിലിൽ ക്ലാസ് തുടങ്ങി. അതിൻ്റെ ബാക്കി വരുന്ന സീറ്റ്സിനായിട്ട് സെപ്റ്റംബറിലും കൂടി അഡ്മിഷൻ ഉണ്ടാവലുണ്ട്. ബട്ട് നമ്മൾ വരുന്ന ടൈം ആകുമ്പോഴത്തേക്ക് ഫുൾ അഡ്മിഷൻ ക്ലോസ് ആയിട്ടുണ്ടായി. അങ്ങനെ ഞാനും ഹസ്ബൻഡും ഡെയിലി മോർണിംഗ് ഇറങ്ങും. നമ്മൾ ഫാമിലി വിസ എല്ലാം റെഡിയായി ഇവിടെ സെറ്റിൽ ആയതിനു ശേഷം അതൊരു ഒക്ടോബർ ടൈം ആണെന്ന് തോന്നുന്നു. ഒക്ടോബർ മുതൽ നമ്മൾ ഡെയിലി സ്കൂളിൻ്റെ ലിസ്റ്റ് എടുത്തിട്ട് ഓരോ സ്കൂൾസിലായിട്ട് ഇറങ്ങാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് തുമാമ കൺവീനിയൻ്റ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് തുമാമയിലുള്ള സ്കൂൾസാണ് ലിസ്റ്റ് ചെയ്തത്. അങ്ങനെ ഓരോ സ്ഥലത്ത് പോയി. ഒലീവിൽ പോയി, ഗ്രീൻവുഡ്സിൽ പോയി, പിന്നെ പിന്നെ സ്പ്രിംഗ് ഫീൽഡ്, ലുലു ഹിലാലിലുള്ള അവിടെ പോയി. പക്ഷേ എവിടെയും ആ ടൈം അഡ്മിഷൻ ഉണ്ടായിട്ടില്ല. എല്ലാവരും പറയുന്നുണ്ടായ നെക്സ്റ്റ് ഇയറിലേക്ക് അപ്ലൈ ചെയ്യുക, അതായത് KG2 ഡയറക്റ്റ് ഇടാം, KG1 ഇല്ലാണ്ട്. കാരണം KG1 ഓൾമോസ്റ്റ് ക്ലോസ്ഡ് ആയി. അപ്പോൾ നമ്മൾ അങ്ങനെ ഓരോ ദിവസവും മടങ്ങി. പിന്നെ ഞാൻ പറഞ്ഞു ഇതാ തുമ്മയിൽ ഒരു സ്കൂളും കൂടിയുണ്ട്. ഇത് ഒരു ദിവസം നടന്ന കാര്യമല്ല കേട്ടോ, ഇത് ഓരോ ദിവസങ്ങളായിട്ട് നമ്മൾ ലിസ്റ്റ് ചെയ്തതാണേ. ഞാൻ പറഞ്ഞു ഇതാ ലാസ്റ്റായിട്ട് നമുക്ക് തുമാമയിൽ ഇതാ പേൾ സ്കൂളിലും കൂടി പോയോക്കാന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ പോയി നോക്കുമ്പോൾ അവർ പറഞ്ഞ് ഒരു സീറ്റാ അങ്ങനെ എന്തോ ബാക്കിയുണ്ട്. ബിക്കോസ് അവിടെ കമ്പാരിറ്റീവ്ലി ഫീസ് കൂടുതലാണ്. അപ്പോൾ ചില കുട്ടികൾ ഈ MAs ഐഡിയൽ അങ്ങനത്തെ അടുത്തെല്ലാം അഡ്മിഷൻ കിട്ടുമ്പോൾ ഇവിടുന്ന് ഒഴിവായിട്ട് അവിടെ പോയിട്ട് ആ ഒരു സീറ്റ് ബാക്കിയുണ്ട്. കുട്ടി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഈ അഡ്മിഷന് പ്രൊസീഡ് ചെയ്യാന്നുള്ളത് പറഞ്ഞു. അങ്ങനെ ആ സെയിം ഡേ തന്നെ ഇൻ്റർവ്യൂ ഉണ്ടായി. ജസ്റ്റ് പ്രിൻസിപ്പൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിച്ചത്. പിന്നെ നമുക്ക് അന്നേരെ നമ്മളോട് പറഞ്ഞ് നല്ലോണം ശ്രദ്ധിക്കണം, കാരണം ഈ ഒരു ടൈം അഡ്മിഷൻ എടുക്കുന്നതുകൊണ്ട് ടീച്ചേഴ്സിന് അത്ര കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, വീട്ടിൽ നിന്ന് നല്ലോണം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ ഇതാ ഹാപ്പി ആയിട്ട് അഡ്മിഷൻ എടുത്ത്. ഇത് എന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും എനിക്ക് DMസിൽ ചോദിക്കുന്ന കാര്യമാണ്, എന്തെങ്കിലും കോണ്ടാക്റ്റ് ഉണ്ടോ, നിങ്ങൾക്ക് എങ്ങനെ അഡ്മിഷൻ കിട്ടിയല്ലോ. ഞാനിത് ഇവിടെ ഷെയർ ചെയ്തതെന്ന് വെച്ചാൽ നമ്മളും കഷ്ടപ്പെട്ടിട്ട് ഫ്രം സ്ക്രാച്ച് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ നമുക്ക് സ്കൂൾ റിലേറ്റഡ് ഒരു കോണ്ടാക്ട്സും കാര്യങ്ങളും ഉണ്ടായിട്ടില്ല. ഞാൻ തന്നെ ആ ടൈം ChatGPT അല്ല, ഗൂഗിളാണ് നമ്മൾ റെഫർ ചെയ്തുകൊണ്ടിരുന്നത്. ഗൂഗിളിൽ ഓരോ സ്കൂളിൻ്റെ കോണ്ടാക്റ്റ് എടുത്ത് നമ്മൾ അതിന് ടൈം കണ്ടെത്തി ഓരോ സ്കൂളിലും വിസിറ്റ് ചെയ്ത് ലാസ്റ്റാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ അത്രക്കും മെനക്കെട്ടാൽ കിട്ടാണ്ടൊന്നും നിൽക്കില്ല. അപ്പോൾ അഡ്മിഷന് വേണ്ടി നോക്കുന്ന ആൾക്കാർ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇതിനു വേണ്ടി വർക്ക് ചെയ്യുക. ഈ ഒരു ഓൺലൈനിൽ അപ്ലൈ ചെയ്യുന്നതിന് പുറമെ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് അപ്ലൈ ചെയ്യുക, അവിടെ കണക്ഷന് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഫീസ് സ്ട്രക്ചറും കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഫീസ് ഇവിടെ പേളിൽ വരുന്നതെന്ന് വെച്ചാൽ പെർ ടേം ഇപ്പോൾ ഗ്രേഡ് 3 ആയതുകൊണ്ട് 3400 ആ ഒരു റേഞ്ചിലാണ്. ബട്ട് ഗ്രേഡ് 1ഉം 2 എല്ലാം ഏകദേശം ആ ഒരു 3000 അങ്ങനെയാണ് പെർ ടേം. ഇവിടെ 3 ടേംസ് ആണ് ഉണ്ടാവൽ. പിന്നെ അത് കൂടാണ്ട് അഡ്മിഷൻ ഫീസും ഡെപ്പോസിറ്റും കാര്യങ്ങളെല്ലാം വേറെ ഉണ്ടാവും. ആൻഡ് ഇയർലി ബുക്സിനെല്ലാം അറൗണ്ട് 700 റിയാൽസ് അങ്ങനെയെല്ലാമാണ് വരുന്നത്. അപ്പോൾ ഇൻഷാല്ലാ ഓൾ ദ ബെസ്റ്റ്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക, നെക്സ്റ്റ് വീഡിയോയിൽ ക്ലിയർ ആക്കി തരാം. ഓക്കെ, ബൈ.